അല്ല, സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തൊരു കാര്യം ഓഡിയൻസ് ഏറ്റെടുത്തു എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അധികം സംസാരിക്കണം എന്ന് അറിയത്തില്ല. ഐ മീൻ, എന്താ ചോദ്യം ചോദിച്ചാൽ, സിനിമയെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാവുന്ന രീതിയിൽ ഞാൻ പറയാം. അല്ല, ചാക്കോച്ചൻ ബസ്സോളുടെ ആക്ടറാണല്ലോ. അപ്പൊ പിന്നെ ചാക്കോച്ചനെ ഏതേപ്പിച്ചാലും പിന്നെ അത് നമ്മള് അത് കൺസീവ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഐ മീൻ, പുള്ളി ഒരു ആക്ടറാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളായിട്ട് പുള്ളിയെ ഇത് ചെയ്യണ്ടായിരുന്നു. കറക്റ്റായിട്ട് ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് നമ്മൾ പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ട്രാക്കിൽ കൊണ്ടുവന്ന് ചാക്കോച്ചൻ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചാക്കോച്ചനോട് അപ്പത്തിന് തിളങ്ങുമ്പോൾ തന്നെ ഒപ്പം പിടിക്കാൻ വില്ലന്മാരില്ലെങ്കിൽ നിൽക്കില്ല. ആ സെയിം ഹെവി ഡ്യൂട്ടി വില്ലന്മാരെ പ്രകടനം കാഴ്ചവെക്കുന്നത്. അപ്പൊ അവരിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? ഇല്ല, ഓഡീഷനിലൂടെയാണ് പലരെയും സെലക്ട് ചെയ്തത്. വിശാഖം മാത്രമേ ഉള്ളൂ ഓഡീഷൻ, അല്ലാതെ ബാക്കി എല്ലാവരെയും ഓഡിഷൻ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാവരെയും ഓഡിഷൻ ചെയ്ത് തന്നെയാണ് സിനിമയിൽ സെലക്ട് ചെയ്തത്. പിന്നെ പെർഫോമൻസിന് മാക്സിമം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് അത് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത്, എൻ്റെ കൂടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് നിന്ന ജിനീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ 2 വർഷം പുള്ളി ഫുൾ ടൈം നിന്നാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ റോബി, ഷാഹി, അങ്ങനെ പാട്ടിൽ ചമ്പൻ ചാക്കോ എടുത്തു പറയണം. ചമ്പൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഈ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. റോബിയുടെ ക്യാമറ വർക്ക് ആണെങ്കിലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞാനിപ്പോൾ എണ്ണി പറയാൻ. ഇപ്പൊ നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് പലതും. നമ്മള് അധികം ചർച്ച ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണല്ലോ. അല്ല, ഡ്രഗ്സിന്റെ ഉപയോഗം നമുക്ക് സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഡെയിലി പത്രത്തിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ടി.വിയിൽ ന്യൂസ് ചാനൽ കാണുമ്പം ഡെയിലി ഇപ്പോഴത്തെ പെൺകുട്ടികള് ആ ഡ്രഗ്സ്, ഇപ്പോൾ ഡ്രഗ്സിന്റെ ഒരാളെ പിടിക്കുമ്പം കൂടെ ഒരു പെൺകുട്ടിയുള്ളത് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് മോൾഡ് ചെയ്ത് രീതിയിലേക്ക് വന്നത്. അത് കഴിഞ്ഞല്ലോ. അങ്ങനൊന്നും പറയാനില്ല. അങ്ങനൊന്നും ഇല്ല. ഓരോ സിനിമയും ഓരോ രീതിയിലാണ്. 5-ാം മതിൽ നമ്മളെക്കാട്ടി കഴിവ് തെളിയിച്ച് അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായ സിനിമയാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ സിനിമ 1000 ദിവസം കഴിഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഹിറ്റാണോ എന്നാണ് പ്രാർത്ഥന. വരുന്നു അതെനിക്കറിയില്ല. ഇപ്പൊ അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ പറയാനുള്ള ഒരു സ്റ്റേജിലും അല്ല. അത് ഏത് പടം ഇറങ്ങിയാലും അങ്ങനെ പറയാമല്ലോ. അങ്ങനെ ഒരു ചിന്ത തൽക്കാലം ഇപ്പൊ ഇല്ല.